ന്യൂസിലൊക്കെ പുവർ കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ് എന്നൊക്കെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തിനാ ഇവരിങ്ങനെ പുവർ കൺട്രീസ് എന്ന് പറയുന്നത്? ഇവർക്ക് കുറേ പൈസ, കുറേ കറൻസി അച്ചടിച്ചാൽ പോരെ, എന്നാൽ ഇവരെല്ലാവരും റിച്ച് ആവില്ലേ എന്നുള്ളത് കേൾക്കുമ്പോൾ നല്ല ഐഡിയ ആണ്. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. പണ്ട് നമ്മുടെ പാരൻസ് ഒക്കെ ഇടക്ക് പറയുമായിരുന്നു, പണ്ടത്തെ 100 രൂപയാണ് ഇപ്പോഴത്തെ 1000 രൂപ എന്നുള്ളത്. നമ്മൾ പണ്ട് 50 രൂപക്ക് വാങ്ങിച്ചിരുന്ന സാധനം ഇപ്പൊ നമുക്ക് 50 രൂപക്ക് വാങ്ങിക്കാൻ പറ്റുമോ? സെയിം സാധനം സെയിം ക്വാണ്ടിറ്റിയിൽ നമുക്ക് പഴയ പൈസക്ക് വാങ്ങിക്കാൻ പറ്റാറില്ല. ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഒരേ പ്രൊഡക്റ്റിന്റെ തന്നെ പ്രൈസ് ഓവർ ടൈം എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ മണിയുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു വരികയാണ്. ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ അളവ് കൂടണമെന്നില്ല. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് രാജ്യങ്ങൾ വെറുതെ കറൻസി അച്ചടിച്ച് സമ്പന്നമാവാത്തതും. പണം അച്ചടിക്കാൻ മെഷീൻ മതി, അതുകൊണ്ട് തന്നെ കൂടുതൽ കറൻസി ഉണ്ട് എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ വെൽത്തിനെ സൂചിപ്പിക്കുന്നില്ല. മറിച്ച് കയ്യിലുള്ള ക്യാഷ് കൊണ്ട്, കയ്യിലുള്ള കറൻസി കൊണ്ട് സാധനങ്ങൾ എത്ര വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ വെൽത്ത് എന്ന് പറയുന്നത്. അതിന് കറൻസി കൂടുതലല്ല വേണ്ടത്, കറൻസിയുടെ വാല്യൂ, കറൻസിയുടെ മൂല്യം കൂടുകയാണ് വേണ്ടത്.